ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ മോന്ത കാണിച്ച് ഇൻട്രോ എടുക്കാറുണ്ട്. അങ്ങനെ രാവിലെ ചായയൊക്കെ ഇട്ട് ഇതേപോലെ സെബിനാച്ചനും ഞാനും കുടിച്ചു. കുഞ്ഞാവയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണെന്ന്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ വെന്ത് ഞാൻ പാത്രത്തിലോട്ടൊക്കെ എടുത്ത് മാറ്റി. പിന്നെ സാമ്പാറിനുള്ള കടുകും മസാലയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ ആ ഗ്യാപ്പിൽ ഞാൻ സെബിനാച്ചന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി ആക്കിയിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു 4 ഇഡലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഇതേപോലെ കുറേ സാമ്പാർ ഇങ്ങനെ ഒഴിച്ച്, എനിക്കിങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സാമ്പാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഞെവിടി ഇങ്ങനെ കഴിക്കുക. അത് നമ്മുടെ അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. അപ്പം അവിടെ പൂരി, പുലാവ്, പിന്നെ ഇഡലി, മസാല ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ ഈ ഞായറാഴ്ചയൊക്കെ ചില സമയം എന്താ പറയുക, കുറച്ച് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ഇതേപോലെ ഇഡലിയോ മസാല ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ മേടിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അവിടുത്തെ ഇഡലിയാണ്. അത് ഡിപ്പായിട്ട് കഴിക്കും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഡിപ്പായിട്ട് എങ്ങനെയാണ് കഴിക്കണേന്ന്. അതേപോലെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. ഓ ഇവരൊക്കെ സാമ്പാറാക്കുന്നത്, കന്നഡക്കാരൊക്കെ സാമ്പാറാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതൊരു വേറെ ഇതാണ്. നമ്മുടെ നാട്ടിൽ നമ്മളാക്കുന്ന സാമ്പാറിനേക്കാളും വേറെ രീതിയിലാണ് അവർ സാമ്പാറാക്കുന്നത്. പക്ഷെ അതിൻ്റെ എന്താ പറയുക, റെസിപ്പി അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ അവരുടെ എന്താ പറയുക, മറ്റേ വടയുണ്ടല്ലോ, ഒക്കെ നൈസ് ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പോലുള്ള വടയാണ് അവരൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ എൻ്റെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് കൊടുത്തു, സെബിന ചേച്ചൻ പോയി. സ്ഥിരം പറയുന്ന ഡയലോഗില്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഷോർട്സ് എടുക്കണം. അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമുക്കൊരു അക്വേറിയം ഉണ്ട്, 2 അക്വേറിയം ഉണ്ട്. അപ്പം കുറേ ദിവസമായിട്ട് അതിനകത്ത് മീനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം സെബിനാച്ചന് ഈ അക്വേറിയം 2 നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്ത് ഫിൽറ്ററൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷം 2 മീനെ മേടിച്ചുകൊണ്ട് വന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് ഹാളിലത്തെ ആ ഒരു വലിയ അക്വേറിയം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണും, ഞാൻ എൻ്റെ ഹോം ടൂറിലൊക്കെ ഈ അക്വേറിയം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെ 2 മീനെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. മീനിൻ്റെ പേരെന്തുവാന്ന് ഞാനൊന്ന് വായിച്ചിട്ട് പറയാം. സെബിനാച്ചൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ട് പറയാവേ. ഒരു മീൻ, ദ റെഡ് ഡെവിൾ. മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് മീനുണ്ടായിരുന്നു എന്നെ കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ കല്യാണത്തിൻ്റെ ആ സമയത്ത് നാട്ടിൽ വരണമായിരുന്നല്ലോ, ആ ടൈമിലാണെങ്കിൽ ഈ മീനെ എല്ലാം എന്താ പറയുക ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു. സെബിനാച്ചൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. നാട്ടിൽ വരണമല്ലോ, പിന്നെ ഒരു 1-2 മാസത്തേക്കല്ലേ നാട്ടിൽ വരുന്നത് കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ. അപ്പോൾ ആ മീനെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അങ്ങനെ അക്വേറിയം കാലിയാക്കിയിട്ടാണ് അവർ നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം പിന്നെ ഓരോരോ മീനെ മേടിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ എന്താ പറയുക, അതിനൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, മീനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അസുഖമുള്ള മീനൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം ഇതിനി കുറേ ദിവസം ഇനി നിൽക്കത്തില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ സെബിനാച്ചനാണെങ്കിൽ ഈ ഇടയ്ക്ക് അക്വേറിയമൊക്കെ നല്ലതായിട്ട് 2 അക്വേറിയം നല്ലതായിട്ട് ക്ലീനൊക്കെ ആക്കി ഫിൽറ്ററൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം 2 മീനെ മേടിച്ചുകൊണ്ട് വന്നു. ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ മീനെ മേടിച്ചുകൊണ്ട് വന്നു. മീനിൻ്റെ പേര് എന്തായിരുന്നു ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കട്ടെ. ദ റെഡ് ഡെവിൾ എന്നാണ്. 8-ാം തീയതി ആയിരുന്നു മേടിച്ച, ഡേറ്റ് സഹിതം വെച്ചത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കറിയാൻ പറ്റുമല്ലോ ഈ മീന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര നാൾ ജീവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് സെബിനാച്ചൻ അങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഞാൻ മീനെ കാണിച്ചു തരാവേ. അപ്പം പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ 2 മീനെ നമ്മൾ മേടിച്ചു. ഈ 2 മീനെ നമ്മൾ വിചാരിച്ച് നല്ല രസമാണ് കാണുവാനും,
അതുകൊണ്ട് നമ്മൾ ഈ ഹാളിലത്തെ വലിയ അക്വേറിയത്തിനകത്ത് തന്നെ അങ്ങ് ഇട്ടിരുന്നു. അതിനകത്ത് ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഫ്രീഡമായിട്ട് എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നടക്കണം ഈ വലുതിന്. അതുകൊണ്ട് ആ ചെറുതിനെ എന്താണ് ആ ഒരു മൂലക്ക് ഇട്ട് അങ്ങ് കൊത്തി അതിൻ്റെ മാംസമൊക്കെ ഒരുമാതിരി ആക്കി കളഞ്ഞ്. അപ്പോൾ ഇവനെയും ഈ വലുതിനെ ഇവിടെ ഇട്ടു. ചെറുതിനെ ഞങ്ങൾ കൊണ്ട് വേറൊരു അക്വേറിയം ഇട്ട് നമ്മുടെ റൂമിൽ, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ കൊണ്ടിട്ട് ബാ കണ്ടോ, ആ ഒരു കല്ലിൻ്റെ ഇടയിലുണ്ട്. അവന് തോന്നുമ്പോൾ അവൻ വരും. ഓടി വാ, തീറ്റ ഇട്ട് തരാം. ബാ, തീറ്റയൊക്കെ ഉണ്ട്, ഞാൻ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവന് ഓടി വരുവേ. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നല്ലതായിട്ട് തീറ്റയൊക്കെ കഴിക്കും കേട്ടോ. സെവിനാച്ചൻ പറഞ്ഞു ഓവർ ഇട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ വെള്ളം ഫുൾ അഴുക്കാക്കും എന്ന് പറഞ്ഞതാ വരുന്നു. തീറ്റ ഇട്ട് കൊടുത്തത് കണ്ട അതാ വരുന്നു. കഴിക്കുന്ന കാര്യത്തിൽ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ള ആള്. മറ്റേവനെയും കൂടെ ഇതിനകത്ത് ഇട്ടപ്പോഴാണെങ്കിൽ ഇവന് ഒട്ടും തീറ്റ കൊടുക്കത്തില്ലായിരുന്നു. അതിനൊന്നും കഴിക്കാൻ കൊടുക്കത്തില്ല. ഇത് ഫുള്ള് പോയിട്ടങ്ങ് വാരി വലിച്ച് തിന്നുമായിരുന്നു. അത് പാവം ഇതാണ്ട് ഈ ഒരു മൂലയ്ക്കായിരുന്നു അവൻ വന്ന് കിടക്കുന്നത്. അങ്ങനെ അവന് അതേപോലെ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി ഞാൻ അടുത്ത അക്വേറിയത്തിൻ്റെ അടുത്തോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടേ. ഇവിടെ ഒരാൾ എൻ്റെ കാലിൽ കയറി പിടിച്ച് വരികയാണ്. അതുകൊണ്ട് എനിക്ക് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അടുത്ത അക്വേറിയം. ഇതാണ്ട് മീൻ കിടക്കുന്നു കണ്ടോ. അവൻ്റെ ഏതാണ്ട് ഈ ഒരു ചുമന്ന് ഇരിക്കുന്നില്ലേ, ഈ ഭാഗത്തായിട്ടാണ് അവന് നല്ലതായിട്ട് കൊത്തി ഇരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വിഷമമായി. ഇപ്പം അവന് ഒരു കുഴപ്പവും ഇല്ല, അവൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടാണ് അവനൊരു സൈഡിലോട്ട് അങ്ങ് ചാഞ്ഞത്. ഇവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ കിട്ടാത്തത്. ഇനി ഞാൻ തീറ്റ ഇട്ട് കൊടുക്കട്ടെ. തീറ്റ ഇട്ട് കൊടുത്തപ്പോഴേ ഒരാൾ അതിൽ കിടന്നിട്ട് ചായന്ന്. ബാ നമുക്ക് പോവാം, ബാ ഓടി. ലൈറ്റും കൂടി ഓഫാക്കിയിട്ട് പോയി, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡിൽ പോകും. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടീസൊക്കെ ഇതൊക്കെ ഉള്ളൂ. ഇനി ഇത് തണ്ണിമത്തങ്ങയാണ്. അമ്മ ഒന്ന് പറഞ്ഞോട്ടെ കുഞ്ഞു. സ്പൂൺ വെച്ചിട്ട് ഞാൻ എന്താ പറയുക എളുപ്പബുദ്ധി കാണിക്കുക. സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ തിന്നു. ഇതിന് ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്നിയായിരുന്നു. അപ്പം തണുപ്പ് മാറട്ടെ എന്നും വെച്ചിട്ട് ഇവിടെ എടുത്തൊരു പ്ലേറ്റിൽ കമത്തി വെച്ചേക്കുകയാണ്. അപ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം ഇനി അവൾ എഴുന്നേൽക്കുവാണെങ്കിൽ കുറച്ച് ചെത്തി കുഞ്ഞു പീസാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വെച്ചേക്കുകയാണ്. ഇനി കുഞ്ഞുവിന് മരുന്ന് കൊടുക്കാനുണ്ട്. ന്യൂട്രീഷൻ പ്ലസ് മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി കൊടുത്തിട്ട് ഫീഡ് ചെയ്തിട്ട് ഇനി ഉറക്കണം. ഇനി ഉച്ചക്കലത്തെ ഫുഡ് ചോറ്, ഉള്ളിക്കറി. ഇവിടെ അമ്മ ആക്കുന്നത് കണ്ട് പഠിച്ച് അങ്ങനെ ആക്കിയതാണേ. പിന്നെ ഇത് ചൂടുവെള്ളം, നല്ല ജീരക വെള്ളമാണ്. അയ്യോ എടുക്കണ്ട കുഞ്ഞു, അമ്മ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന ടിന്നൊക്കെ എടുക്കാൻ നോക്കുന്നു. ഒരാളെ എടുത്തോണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് ബീട്രൂട്ട് തോരൻ, കുഞ്ഞവിടെ ഫേവററ്റ് തോരനാണ്. പിന്നെ ഇത് എന്താ പറയുക രാവിലെ ഇഡലി ആയിരുന്നല്ലോ, അപ്പോൾ ഒരു 3-4 കഷ്ണം ഇഡലി ബാക്കി വന്നു. അത് ഞാൻ ഈ തട്ടപാത്രത്തിലെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് രാവിലത്തെ സാമ്പാറാണ്. അപ്പം ഞാൻ ഇത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇത് ചീത്തയായി പോവും. അതുകൊണ്ട് ഉച്ചക്കാലത്ത് ഇതും കൂടെ കൂട്ടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും കറിയുള്ളതെന്ന്. ഇനി മുട്ട ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച് വൈകിട്ട് മുട്ടയും കൂടി എന്താ പറയുക പൊരിച്ച് സേവനാച്ചിന് ചോറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ചോറും കറികളും എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സാമ്പാർ, ബീട്രൂട്ട് തോരൻ, ഇത് നമ്മുടെ ഉള്ളിക്കറി. അപ്പോൾ ഇത് 3 കൂടി കൂട്ടിക്കുഴച്ചാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുഞ്ഞുവിന് കൊടുത്തു, കുളിപ്പിച്ചു, എല്ലാം സെറ്റാക്കി. നമ്മൾ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയല്ല കളിക്കുന്നു. അപ്പോൾ ബീട്രൂട്ട് തോരൻ, കുറച്ച് സാമ്പാർ, ഉള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കുഴയ്ക്കണം. കൂട്ടിക്കുഴച്ചിട്ട് താണ്ട കൊള്ളാം. അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും നടുക്കുന്ന ചോറ് വാഴി കഴിക്കരുതോ. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ
ഈ സൈഡിൽ നിന്നല്ല എല്ലാവരും വാരി കഴിക്കണ്ടേ, നടുക്കുന്ന വാരി കഴിക്കരുതെന്ന് പറയും. ഞാൻ എപ്പോഴും നടുക്കുന്ന വാരി കഴിക്കുന്നത്, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ബിൽഡിങ്ങിൽ താമസിക്കുന്നതും നമ്മുടെ നല്ലൊരു നെയ്ബറുമായിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട്. മേരി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്കറിയാം. ആൻറ്റി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പലഹാരമൊക്കെ നമുക്ക് കൊണ്ടുവന്നു, അരിമുറുക്കും പിന്നെ വേറെ 2 സാധനം കൊണ്ട് കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ ബൈ.